നമസ്കാരം. CPM-ന്റെ സമ്മേളനം കഴിഞ്ഞ് നേരം പുലർന്നപ്പോൾ നാട്ടിലെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ നോക്കി വിലയിരുത്തുമ്പോൾ നമുക്ക് അവയെ മൂന്നായി തിരിക്കാൻ പറ്റും. നാട് ഭരിക്കുന്ന പാർട്ടിയാണല്ലോ, അതുകൊണ്ട് ജനങ്ങൾക്കാകെ അവരുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അനുരണനം എന്താണ് എന്ന് അറിയാനുള്ള ആകാംക്ഷയുണ്ട്. സ്വാഭാവികമായി നമുക്കാകെയുണ്ട്. എന്താണ് ആ മൂന്ന് പട്ടികയിൽപ്പെടുത്തിയ കാര്യങ്ങൾ എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പെട്ടെന്നൊന്ന് നോക്കിപ്പോകാം. അതിലൊന്ന് CPM-ന്റെ ആഭ്യന്തരമായുള്ള അതൃപ്തി നേതാക്കളിലുണ്ട് എന്നുള്ളതാണ്. അതിൽ ചില ആളുകൾ, ഉദാഹരണത്തിന് പത്മകുമാർ, വീണ ജോർജിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ക്ഷണിതാവായി ഉൾപ്പെടുത്തിയതിലുള്ള അലോസരം അദ്ദേഹം പരസ്യമായി പ്രകടിപ്പിച്ചു. സാധാരണ നമ്മൾ CPM-ന്റെ ഒരു അച്ചടക്ക രീതി അനുസരിച്ച് അത്തരത്തിലുള്ള പരിപാടികൾ അധികം കാണാറില്ല. എന്തായാലും ഈ സമ്മേളനം കഴിഞ്ഞപ്പോൾ സംസ്ഥാന കമ്മിറ്റി തെരഞ്ഞെടുപ്പ്, സെക്രട്ടേറിയറ്റ് തെരഞ്ഞെടുപ്പ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ അതുപോലെ പുറത്തേക്ക് വരികയാണ്. അത് പത്മകുമാറിൻ്റെ കാര്യമാണ്. എന്തുകൊണ്ട് പത്മകുമാറിനെ പോലെ MLA-യും ദേവസ്വം ബോർഡ് ചെയർമാനും ഒക്കെ ആയിരുന്ന ഒരാൾ ഇങ്ങനെ ഒരു പ്രകടനത്തിന് മുതിർന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. CPM-ലെ പാർട്ടി സംവിധാനങ്ങളിൽ ദൗർബല്യമുണ്ടോ എന്ന കാര്യത്തിലേക്ക് വെളിച്ചം വീശുന്നതാണ്. രണ്ടാമത്തേത്, P. ജയരാജനെ സെക്രട്ടേറിയറ്റിലേക്ക് തിരഞ്ഞെടുക്കാത്ത സാഹചര്യം പല നിലയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ജയരാജൻ്റെ തിരഞ്ഞെടുക്കാത്തതിനെ കണക്ട് ചെയ്ത് വായിക്കാവുന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ മകൻ ജെയിൻ രാജ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത സ്വരാജിൻ്റെ കോടതിയുമായി ബന്ധപ്പെട്ട ഒരു പഴയ പോസ്റ്റ് ഇപ്പോൾ ചർച്ചയാവുന്നുണ്ട്. ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു വിധി നിങ്ങൾ പ്രതീക്ഷിച്ചോ കൂട്ടരെ എന്ന അർത്ഥം ഉൾക്കൊള്ളുന്ന ഒരു കാര്യം P. ജയരാജനെ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താത്തതുമായി ബന്ധപ്പെട്ട് വായിക്കാവുന്നതാണ്. ഇതിനോടനുബന്ധിച്ച് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു പ്രകടനമാണ് അല്ലെങ്കിൽ പ്രതികരണമാണ് AK ബാലൻ്റേത്. AK ബാലൻ പാർട്ടിയിലെ സജീവ നേതൃ പദവികളിൽ നിന്നും ഒഴിയുന്ന ഒരു സാഹചര്യം പ്രായത്തിൻ്റെ നിബന്ധനകളുടെ തുടർച്ചയായി. പക്ഷേ അദ്ദേഹം നടത്തിയ പ്രതികരണം ശ്രദ്ധേയവുമാണ്. പാർട്ടിയുടെ അച്ചടക്കത്തിൻ്റെ ഇതുവരെയുള്ള രീതികളെ പ്രശംസാവഹമായ നിലയിൽ ഉൾക്കൊള്ളുന്നു എന്ന് വ്യക്തമാക്കുന്ന പ്രതികരണമാണ്. അദ്ദേഹം നടത്തിയ പ്രതികരണവും ഇന്ന് നമ്മൾ കണ്ടു. ഇതിനിടയിൽ ബാലനോട് ചേർത്ത് വായിക്കേണ്ട മറ്റ് രണ്ടുപേരുടെ പ്രതികരണം കൂടിയുണ്ട് എന്നുള്ളതാണ്. എന്തായാലും CPM-ന് പരിശോധിക്കാൻ, ഭാവിയിൽ പരിശോധിച്ച് മുന്നോട്ട് പോകേണ്ട, കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകേണ്ട രണ്ട് പ്രതികരണങ്ങളായി വേണം പത്മകുമാറിൻ്റെയും P. ജയരാജൻ്റെ മകൻ്റെയും കാണാം. അതിൽ തന്നെ പത്മകുമാറിനെ പോലൊരു മുതിർന്ന നേതാവ് എന്തുകൊണ്ട് ഇങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. തുടർ അധികാരം ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അധികാരമോഹം പാർട്ടി അണികളിൽ അല്ലെങ്കിൽ അപ്പുറത്ത് നേതാക്കളിൽ ഉണ്ടാക്കപ്പെടുന്നുണ്ടോ എന്നുള്ള ചോദ്യം അവിടെ പ്രസക്തമായി നിലനിൽക്കുന്നുണ്ട്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, CPM-ന്റെ സമ്മേളനാനന്തരം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നായി മാറി മുഖ്യമന്ത്രി കൂടിയായ പിണറായി വിജയൻ സമ്മേളനത്തിൽ അവതരിപ്പിച്ച നവകേരളത്തിനായി പുതുവഴികൾ എന്ന നയരേഖ. ഇതിൻ്റെ ഉള്ളടക്കത്തിലെ നയവ്യതിയാനം ഉൾപ്പെടെ ഒപ്പം ഭാവിയിൽ കേരള ഭരണത്തെ ആകെ സ്വാധീനിക്കും വിധത്തിലുള്ള നിർദ്ദേശങ്ങൾ എന്ന മട്ടിലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് സമഗ്രമായി കേരള ഭരണത്തെയും ജനങ്ങളെയും പാർട്ടിയെയും പരിഷ്കരിക്കുന്ന രീതിയിൽ ഓരോ 3 വർഷം തോറും ഇങ്ങനെ സമ്മേളനം നടത്തി മുന്നോട്ട് പോകുന്നു എന്ന സാഹചര്യം പരിശോധിക്കപ്പെടുന്ന വിധത്തിൽ പ്രശംസാവഹമായ രീതിയിൽ പ്രതികരണം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിമർശനാത്മകമായി എന്നുള്ളതിനപ്പുറത്ത് പരിഹാസദ്യോതകമായ പ്രതികരണങ്ങളും വരുന്നുണ്ട്. ഇത് രണ്ടും ഒന്ന് പരിശോധിച്ചു പോവുകയാണ്. രണ്ടാമത്തെ കാറ്റഗറിയിലെ പ്രധാനപ്പെട്ട കാര്യം. അതിന് ഉദാഹരണമായി എടുക്കേണ്ടത് ഇന്നത്തെ മാതൃഭൂമിയുടെയും മനോരമയുടെയും മുഖപ്രസംഗങ്ങളാണ്. മാതൃഭൂമി മുഖപ്രസംഗം പ്രശംസിക്കുന്ന മുഖപ്രസംഗമാണ്. അത് നമുക്ക് ആദ്യം വായിക്കാം. വഴിത്തെളിച്ചമായി CPM സമ്മേളനം എന്നാണ് ഈ മുഖപ്രസംഗത്തിൻ്റെ തലക്കെട്ട്. അതിൽ ആദ്യ ഭാഗത്ത് പരിശോധിക്കുന്നത് പ്രധാനമായി പാർട്ടി മുന്നോട്ട് വെച്ച നയ രൂപീകരണവുമായി ബന്ധപ്പെട്ട രേഖയെക്കുറിച്ചാണ്. പുതിയ കാലത്തിൻ്റെ സ്പന്ദനങ്ങൾ ഏറ്റുവാങ്ങാൻ ശേഷിയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കും വിധത്തിലും അത്തരമൊരു ദർശന വ്യക്തത അണികൾക്ക് കൈമാറിയുമാണ് CPM-ന്റെ 24ാം സംസ്ഥാന സമ്മേളനം ഞായറാഴ്ച കൊല്ലത്ത് സമാപിച്ചത്. സൈദ്ധാന്തിക ശാഠ്യത്തിൻ്റെ ഭൂതകാല കെട്ടുപാടുകൾ വെടിഞ്ഞ് നാടിൻ്റെ വികസനത്തിനും വളർച്ചയ്ക്കുമായി തെളിച്ചമുള്ള വഴികൾ തേടാൻ സമ്മേളനം പരിശ്രമിച്ചത് യുക്തിസഹമായി. 9 വർഷമായി തുടർച്ചയായി സംസ്ഥാന ഭരണത്തിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ പക്വ സമീപനമാണ് തെളിഞ്ഞത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച നവകേരളത്തെ നയിക്കാൻ പുതുവഴികൾ എന്ന നയരേഖയും അതിന്മേൽ സമ്മേളന പ്രതിനിധികൾ നടത്തിയ ചർച്ചയും നാടിന് വികസന ദിശാസൂചിയായി. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ട് ആത്മവിശകലനത്തിലൂടെ കേരള പാർട്ടിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് മാർഗദർശനം നൽകുന്നതുമായി. പുതുമുഖങ്ങൾ അടങ്ങിയ പുതിയ നേതൃനിരയെയും തെരഞ്ഞെടുത്തത് പാർട്ടി വീണ്ടും പ്രവർത്തന പദ്ധാവിലേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്നാണ് ഇത് സംബന്ധിച്ച വിശകലനം പറയുന്നത്. ഒപ്പം നീണ്ട മുഖപ്രസംഗമാണ്, അതിൽ വിമർശനങ്ങളും ഉൾപ്പെടുന്നുണ്ട്. എങ്കിലും ആത്യന്തികമായി ആ മുഖപ്രസംഗത്തിൻ്റെ ഉള്ളടക്കം ഈ സാഹചര്യത്തെ പരിശോധിച്ച പാർട്ടിയുടെ നിലപാടിനെ യുക്തിസഹമായി വിശകലനത്തിന് വിധേയമാക്കുന്ന കാര്യമാണ്. രണ്ടാമത്തേത്, ഈ
കാര്യത്തിൽ അതായത് PPP മോഡൽ എന്ന പുതിയ പാർട്ടിയുടെ നയവ്യതിയാനം എന്ന് വ്യാഖ്യാനിക്കാവുന്ന നിലപാടിനെ കുറിച്ചുള്ളതാണ്. തുടർച്ചയായി നഷ്ടമുണ്ടാക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ പൊതു സ്വകാര്യ പങ്കാളിത്ത പദ്ധതി ജനങ്ങൾക്ക് ഭാരമാകാത്ത തരത്തിൽ സെസ് അടക്കമുള്ള അധിക വിഭവ സമാഹരണ സാധ്യതകൾ തേടൽ, ചരടുകളില്ലാത്ത മൂലധനത്തിന് അനുമതി, ജനങ്ങളിൽ നിന്ന് നിക്ഷേപ സമാഹരണം തുടങ്ങി നവകാലത്തിനിണങ്ങിയതും ഭാവനാപൂർണവുമായ ഒട്ടേറെ നിർദ്ദേശങ്ങളാണ് ഈ രേഖയിൽ. ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ച് സമയബന്ധിതമായി നൽകും എന്നതടക്കം സാമൂഹിക നീതി ഉറപ്പാക്കാനുള്ള നിർദ്ദേശങ്ങളുമുണ്ട്. മധ്യവർഗത്തിൻ്റെ ഇച്ഛകളെ പ്രതിഫലിപ്പിക്കുക എന്ന കാലിക മാറ്റത്തിനൊപ്പം അടിസ്ഥാന വിഭാഗങ്ങളെയും ഒപ്പം നിർത്തുന്ന വികസന പരിപ്രേക്ഷ്യമാണ് പാർട്ടി സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തം. ഒപ്പം ഈ പാർട്ടിയുടെ സമ്മേളനത്തിൻ്റെ ഭാഗമായി പാർട്ടിയുടെ അണികളെ അല്ലെങ്കിൽ പാർട്ടി അംഗങ്ങളെ വിമർശനാത്മകമായി സ്വയം വിമർശനത്തിന് വിധേയമാക്കുകയും നവീകരണത്തിന് പ്രാപ്തമാക്കുകയും ചെയ്യുന്നു എന്നുള്ള കാര്യത്തെ മാതൃഭൂമി മുഖപ്രസംഗം ആരോഗ്യകരമായ വിശകലനത്തിന് വിധേയമാക്കുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ട് പാർട്ടി സഖാക്കളുടെ വൈയക്തികമായ വ്യതിചലനങ്ങൾക്ക് നേരെയുള്ള ചൂരൽ പ്രയോഗമാണ്. സാമ്പത്തിക ഇടപാടുകളിൽ സൂക്ഷ്മതയും ശുദ്ധിയും ഉറപ്പാക്കണമെന്ന പാർട്ടി നിർദ്ദേശം ചില അംഗങ്ങൾ പാലിക്കുന്നില്ല എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. നേതാക്കൾക്കടക്കം ജനങ്ങളുമായി ബന്ധം കുറയുന്നെന്നാണ് മറ്റൊരു സ്വയം വിമർശനം. രാഷ്ട്രീയ വലതുപക്ഷത്തിൻ്റെ കാര്യപരിപാടികളെക്കുറിച്ച് റിപ്പോർട്ട് പാർട്ടി അംഗങ്ങളെ ജാഗ്രതപ്പെടുത്തുന്നു. ജനബന്ധവും വ്യക്തിജീവിതത്തിൽ വെണ്മയും ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത പാർട്ടി ഇതിനു മുമ്പും അംഗങ്ങളെ ഉത്ബോധിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതത്ര ഫലമുണ്ടാക്കിയില്ല എന്നാണ് അനുഭവം. ആ രീതി തുടരുന്നത് അഭികാമ്യമല്ല. സ്വയം നവീകരിക്കാത്തതിനൊന്നും നിലനിൽപ്പും ഭാവിയുമില്ല എന്ന് CPM കേരള ഘടകത്തിന് നല്ലപോലെ ബോധ്യമുണ്ട്. കാലത്തിന് അനുയോജ്യമായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായി സ്വയം പുനഃക്രമീകരിക്കാനുള്ള ഇംഗിതം സ്വാഗതാർഹം തന്നെ. മൂലധനത്തെ വരവേൽക്കുമ്പോഴും ബംഗാളിൻ്റെ അനുഭവം പാഠമായി മുന്നിലുണ്ട്. മൂന്നാം തുടർഭരണം നേടിയെടുക്കണമെന്ന ഇച്ഛാശക്തിയുമുണ്ട്. തദനുസൃതമായ ചിന്താപദ്ധതിയും പ്രവർത്തനോന്മുഖതയുമാണ് ദൃശ്യമാകുന്നത് എന്ന് വളരെ പോസിറ്റീവായിട്ട് മാതൃഭൂമി അസാധാരണമായ വിശകലന പാഠവത്തോടുകൂടി CPMൻ്റെ സംസ്ഥാന സമ്മേളനാനന്തരം CPMനെ വിശകലന വിധേയമാക്കുന്നുണ്ട്. ഇതാണ് ശ്രദ്ധേയമായ ഒരു അനുകൂലമായ നിലപാട്. അതേസമയം മനോരമ കടുത്ത ആക്ഷേപത്തിനാണ് CPM സമ്മേളനത്തെ ആകെ വിധേയമാക്കുന്നത്. മുഖ്യമന്ത്രി എന്ന മൂലധന നിക്ഷേപം എന്നാണ് മനോരമയുടെ തലക്കെട്ട് തന്നെ. മാതൃഭൂമി അവതരിപ്പിച്ച വളരെ പോസിറ്റീവായ നിഗമനങ്ങളുടെ ഏറ്റവും എക്സ്ട്രീം നെഗറ്റീവായ നിഗമനമാണ് മനോരമ കാണുന്നത്. കംപ്ലീറ്റ് ഇത് ഈ നയരേഖയൊക്കെ കംപ്ലീറ്റ് പ്രശ്നമാണ്, വലിയ ബുദ്ധിമുട്ടാണ് എന്നാണ് മനോരമയുടെ നിഗമനം. അതെന്താണെന്ന് നോക്കാം. സ്വകാര്യ മൂലധന നിക്ഷേപത്തിന് വാതിൽ തുറന്നിട്ടും വിഭവ സമാഹരണത്തിന് ജനങ്ങൾക്ക് മേൽ ഭാരം കയറ്റുന്നത് ഉൾപ്പെടെയുള്ള ഏതു മാർഗവും സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചുമാണ് സമ്മേളനത്തിന് കൊടിയിറങ്ങിയത്. നിർണായകമായ നയമാറ്റങ്ങൾക്ക് സമ്മേളനം പച്ചക്കൊടി കാട്ടി. ഈ മാറ്റങ്ങൾ ഭരണതലത്തിലും കേരളീയ സമൂഹത്തിലും ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ചർച്ചയ്ക്ക് തുടക്കമാവും. മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച നവകേരളത്തെ നയിക്കാൻ പുതുവഴികൾ എന്ന രേഖയെ കേന്ദ്രീകരിച്ചാണ് സമ്മേളനം. അതോടെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ 3 വർഷത്തെ പാർട്ടി പ്രവർത്തനങ്ങളുടെ അവലോകന റിപ്പോർട്ട് ഏതാണ്ട് അപ്രസക്തമായി. മുഖ്യമന്ത്രിക്ക് പാർട്ടി പൂർണ്ണമായും കീഴ്പ്പെടുന്ന കാഴ്ച. മുഖ്യമന്ത്രിയും സർക്കാരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അംഗീകരിക്കാനും നടപ്പാക്കാനും പ്രചരിപ്പിക്കാനുമുള്ള സംവിധാനമായി പാർട്ടി തൽക്കാലത്തേക്കെങ്കിലും മാറുകയാണ്. കേരളത്തിലെ പാർട്ടിയെ സംബന്ധിച്ച് ഇതൊരു വലിയ മാറ്റം തന്നെയാണ്. കാരണം സർക്കാരിൻ്റെ നയപരമായ ഓരോ തീരുമാനവും പാർട്ടി കൂലങ്കുഷമായി ചർച്ച ചെയ്യുന്ന രീതിയായിരുന്നു മുൻകാലങ്ങളിൽ. വിദേശ വായ്പ, പൊതുമേഖലയോടുള്ള കാഴ്ചപ്പാട്, നേരിട്ടുള്ള വിദേശ നിക്ഷേപം തുടങ്ങിയവയെക്കുറിച്ച് കേരളത്തിലടക്കം ആശയപരമായ തർക്കങ്ങൾ ഉയർന്നപ്പോൾ 2005 ഡൽഹി പാർട്ടി കോൺഗ്രസിൽ വരെ സംവാദം നടന്നു. എന്നിട്ട് പഴയ കാലത്തെ സംഭവ വികാസങ്ങളെ മുഴുവൻ ഉദാഹരിക്കുന്നുണ്ട്. എന്നാൽ ഇത്തവണ സംസ്ഥാന കമ്മിറ്റിയിൽ പോലും ചർച്ച ചെയ്യാതെ വൻ നയമാറ്റത്തിന് വിത്തുവാകുന്ന രേഖ സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് അവതരിപ്പിക്കുകയും അത് പാർട്ടിയുടെ നിലപാടായി മാറുകയും ചെയ്യുന്ന കാഴ്ച. കേരളത്തിലെ ഓരോ നയപ്രശ്നത്തിലും മാർഗനിർദ്ദേശങ്ങളാവുകയും അവയ്ക്ക് വ്യക്തത വരുത്താൻ ശ്രമിക്കുകയും ചെയ്തു പോന്ന കേന്ദ്ര നേതൃത്വം വെറും കാഴ്ചക്കാരായി മാറി. രേഖയിലെ ഇടതുപക്ഷ വിരുദ്ധ സമീപനത്തെക്കുറിച്ച് സമ്മേളനത്തിൽ ചോദ്യങ്ങൾ ഉയർന്നു. വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ പല തട്ടുകളാക്കി ഫീസും സെസ്സും ഏർപ്പെടുത്താനുള്ള സുപ്രധാന നയവ്യതിയാനത്തെക്കുറിച്ച് അതിൻ്റെ ബാക്കി മുഖപ്രസംഗത്തിൻ്റെ ബാക്കി കടുത്ത ഭാഷയിൽ മനോരമ വിമർശനം ഉന്നയിക്കുന്നു. അതായത് ഇത്രയും നേരം നമ്മൾ വായിച്ച മനോരമയിലെ മുഖപ്രസംഗം മാതൃഭൂമി സമീപിക്കുന്ന പോസിറ്റീവായ നിലയിലല്ല, അവർ അതിനെ മറ്റൊരു തലത്തിലാണ് കാണുന്നത്. കംപ്ലീറ്റ് പ്രശ്നമുണ്ടാക്കാനാണ് സാധ്യത എന്നാണ് മനോരമ മുഖപ്രസംഗം
മുഖപ്രസംഗം. അതേസമയം കാലത്തിന് അനുയോജ്യമായ മാറ്റം എന്നാണ് മാതൃഭൂമി അതിനെ കാണുന്നത്. എന്നാൽ ഇതിൻ്റെ ഒടുവിൽ, മുഖപ്രസംഗത്തിൻ്റെ ഒടുവിൽ തുടർ ഭരണത്തിനുള്ള ശക്തമായ നിക്ഷേപം എന്ന നിലയിലാണ് ഈ പാർട്ടി സമ്മേളനത്തെ മാതൃഭൂമി കണ്ടതെങ്കിൽ മനോരമ ഒടുവിൽ തിരിച്ചാണ് കാണുന്നത്. മനോരമ പറയുന്നു, തുടർ ഭരണം എന്ന ലക്ഷ്യം വീണ്ടും പ്രഖ്യാപിച്ചുകൊണ്ടാണ് സമ്മേളനം സമാപിച്ചത്. കേരളത്തിൻ്റെ എല്ലാ മേഖലകളുടെയും വികസനവും എല്ലാ വിഭാഗം ജനങ്ങൾക്കും പുരോഗതിയും പാർട്ടി വാഗ്ദാനം ചെയ്യുമ്പോഴാണ് ആശാ വർക്കർമാർ തുച്ഛമായ വേതന വർധനയ്ക്കായി തെരുവിൽ 1 മാസത്തോളമായി സമരം ചെയ്യുന്നത്. വാഗ്ദാനങ്ങൾക്കും യാഥാർത്ഥ്യങ്ങൾക്കും ഇടയിലെ പൊള്ളത്തരം ആ സമരത്തിൽ പ്രതിഫലിക്കുകയാണ്. തുടർഭരണം പാർട്ടിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന പുഴുക്കുത്തുകളെക്കുറിച്ച് സമ്മേളനം അംഗീകരിച്ച പ്രവർത്തന റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മാതൃഭൂമിയുടെ മുഖപ്രസംഗത്തിൽ നമ്മൾ കണ്ടത് യഥാർത്ഥത്തിൽ അത് വളരെ ആരോഗ്യകരമായ ചർച്ച എന്നുള്ള നിലയിലാണ്. അതായത് തുടർഭരണവും പാർട്ടിയുടെ നിരന്തരമായ മുന്നോട്ട് പോക്കിന് ഇടയിലുണ്ടാകുന്ന മറ്റ് ചില പുഴുക്കുത്തുകളും ഇവർ പരിശോധിക്കുകയാണ്. സമ്മേളനം കൂടി അത് ബ്രാഞ്ച്, ഏരിയ, ഒപ്പം ജില്ല, ഒടുവിൽ ഇതാ സംസ്ഥാന സമ്മേളനം, ഇങ്ങനെ ഓരോ തലത്തിലും പരിശോധിച്ച് വരികയാണ്. അതിൻ്റെ തുടർച്ചയായ വിമർശനങ്ങൾ വരികയാണ്. ആ വിമർശനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു നിലപാടെടുക്കുകയാണ്. അത് വളരെ ആരോഗ്യകരമായിട്ടാണ് മാതൃഭൂമി പറയുന്നത്. എന്നാൽ മനോരമ പറയുന്നുണ്ട്, ആ വിമർശനം പാർട്ടിയിലാകെ പ്രശ്നത്തിലാക്കുന്ന വിമർശനമാണ്. പാർട്ടിയെ എടുക്കുന്ന പല തീരുമാനങ്ങളും, ജീർണതകളും അവധാനതയും ഇല്ലാത്ത പല തീരുമാനങ്ങളും ബംഗാളിൻ്റെ വഴിയിലേക്കാകും നയിക്കുക എന്ന മുന്നറിയിപ്പും ഉയർന്നു കേട്ടു. അതെല്ലാം തൽക്കാലം മാറ്റിവെക്കാം, അധികാരം നിലനിർത്താനുള്ള മാർഗം നോക്കാം എന്നാണ് സമ്മേളനത്തിൻ്റെ രാഷ്ട്രീയ സന്ദേശം. അതായത് ഇതൊന്നും വേണ്ട, നമുക്ക് അധികാരം നിലനിർത്താൻ നോക്കാമെന്നാണ് പാർട്ടി സമ്മേളനം എന്നാണ് മനോരമ പറയുന്നത്. 75 വയസ്സിട്ട് പിന്നിട്ട ഉന്നതരായ നേതാക്കളെ അടക്കം നേതൃത്വത്തിൽ നിന്ന് മാറ്റിയതും പുതുമുഖങ്ങൾക്ക് അവസരം നൽകിയും പാർട്ടി പുതുവഴികൾ തേടിയിട്ടുണ്ട്. അതിനെയും അങ്ങനെയാണ് പറഞ്ഞത്. അധികാരത്തിലേക്കുള്ള മാർഗമാണ് ഇങ്ങനെയുള്ള വഴികൾ. യുവാക്കൾക്കൊക്കെ അവസരം നൽകുന്നത് അധികാരത്തിനുള്ള മാർഗമാണെന്നാണ് മനോരമ പറയുന്നത്. പാർട്ടിയിൽ വിഭാഗീയത അവസാനിപ്പിച്ചു എന്ന അവകാശവാദവുമായാണ് MP ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയായി വീണ്ടും സ്ഥാനമേൽക്കുന്നത്. അനുഭവ സമ്പത്തില്ലാത്ത മന്ത്രിമാർ നിറഞ്ഞ രണ്ടാം പിണറായി മന്ത്രിസഭ പ്രതീക്ഷയ്ക്ക് ഒത്ത് ഉയർന്നില്ല എന്ന വിമർശനം ഈ സമ്മേളനത്തിലും ഉയർന്ന സാഹചര്യത്തിൽ സംഘടനയിൽ തുടരുന്ന പരീക്ഷണങ്ങൾ ഗുണമോ ദോഷമോ എന്ന് കാലമാണ് തെളിയിക്കേണ്ടതെന്നാണ് മനോരമ പറയുന്നത്. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ മൂന്നാമത്തെ കാര്യം വരുന്നത്. അത് എതിർപാളയത്തിൽ ഉണ്ടാകുന്ന ആകുലതകളാണ്. ഉദാഹരണത്തിന് ഇങ്ങനെയുള്ള സമ്മേളനം നടക്കുന്നു, അതിനുശേഷം വലിയ ചർച്ച ഉയരുന്നു. ഈ ഘട്ടത്തിൽ എതിർപാളയം ഇതെങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ്. എതിർപാളയത്തിൽ ആശങ്കകളുണ്ടോ, ആകുലതകളുണ്ടോ എന്നൊക്കെ വ്യക്തമാക്കുന്ന തരത്തിൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് അഖിൽ മാരാരാണ്. അഖിൽ മാരാർ ആകുലപ്പെടുന്നത് ഇങ്ങനെയുള്ള സമ്മേളനത്തിലൂടെയൊക്കെ CPM വീണ്ടും അധികാരത്തിൽ വരും, പിണറായി 3ാം വട്ടം മുഖ്യമന്ത്രിയാകും, അതുകൊണ്ട് അതിനെ കൈകാര്യം ചെയ്യാൻ നമ്മളെല്ലാവരും ഒരുങ്ങണം. അതുകൊണ്ട് കോൺഗ്രസ്സിന് പ്രത്യേകമായ നിർദ്ദേശമുണ്ട്, വേണമെങ്കിൽ BJP-ക്കാർക്കും അത് കേൾക്കാം. ഈ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ വ്യാപകമായിരുന്നു. അതിനെ പ്രതീകാത്മകമായ ഒരു നിർദ്ദേശം എന്ന നിലയിൽ നമുക്ക് അഖിൽ മാരാരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ചില ആകുലതകളും അതിൽ ഉള്ള നിർദ്ദേശങ്ങളും നോക്കാം. അത് പ്രത്യേകിച്ച് കോൺഗ്രസ്സിന് ഗുണപ്രദമായ നിലയിൽ ഉപയോഗിക്കാവുന്ന നിർദ്ദേശങ്ങളാണ് അഖിൽ മാരാർ മുന്നോട്ട് വെക്കുന്നത്. സമഗ്രമായ പരിശോധന അദ്ദേഹം നടത്തുന്നുണ്ട്. അതിൻ്റെ അവസാന ഭാഗത്ത്, ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അവസാന ഭാഗത്താണ് ക്രിയാത്മകമായ നിർദ്ദേശമുള്ളത്. അതിങ്ങനെയാണ്: നാളെ മുതൽ ഈ സർക്കാരിൻ്റെ ചെയ്തികളെ ചർച്ചയാക്കുക, വയനാട്ടിലെ ജനങ്ങൾക്ക് അർഹമായ നീതി എത്രയും പെട്ടെന്ന് നേടിക്കൊടുക്കുക, സർക്കാർ ചെയ്തതല്ല എന്നും പ്രതിപക്ഷം നേടിക്കൊടുത്തതാണ് എന്നും സമൂഹത്തെ ബോധ്യപ്പെടുത്തുക. ഏത് വയനാട്ടിലേക്ക് 5 പൈസ തരാതെ കേന്ദ്ര സർക്കാരല്ല, ഈ സർക്കാരിൻ്റെ സാഹചര്യമാണ് വിശദീകരിക്കേണ്ടത്. കേന്ദ്ര സർക്കാർ നമ്മൾ പൊതുവെ പറയാറില്ലാത്തതുകൊണ്ട് അഖിൽ മാരാർ മിണ്ടില്ല. കേന്ദ്ര പദ്ധതികൾ അഭിമാനത്തോടെ പിണറായി വിജയൻ്റെ അല്ല എന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് പറയാൻ കഴിയണം. അതായത് ലേശം BJP-ക്കാർക്ക് വേണ്ടിയിട്ടും പണിയെടുക്കണം. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ്, അത് BJP കഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ്, അല്ലാണ്ട് പിണറായി വിജയൻ ചെയ്യുന്ന എല്ലാന്നും കൂടി കോൺഗ്രസ്സുകാർ പറയാൻ ധൈര്യം കാണിക്കണം. ഇപ്പോൾ ആശാ വർക്കർമാരുടെ ചർച്ച വന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടം നിയമസഭയിലൊക്കെ നൽകിയ പ്രതികരണം ശ്രദ്ധയാണല്ലോ. അദ്ദേഹം നടത്തിയ പ്രസംഗം ഇതുപോലെ കേന്ദ്രത്തിൽ BJP-യുടെ സർക്കാർ കേരളത്തെ സാമ്പത്തിക ഉപരോധവും ആശാ വർക്കർമാർക്കുൾപ്പെടെയുള്ള കുടിശ്ശിക തുക കൊണ്ട് അത് നൽകാതെ കുരുക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പോലും കേന്ദ്രം അതൊക്കെ നൽകിയെന്ന് പറയാൻ കാണിച്ച ആർജവല്ലേ, അതുപോലെ ചെയ്യണമെന്നാണ് അഖിൽ മാരാർ പറയുന്നത്. ജയസാധ്യത മാത്രമായിരിക്കണം സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ അടിസ്ഥാനം. സ്വീകരിക്കാം, തള്ളിക്കളയാം, ഇടതുപക്ഷം നിലനിൽക്കാനും ഈ നാടിന് ഗുണമുണ്ടാകാനും ഭരണം മാറുന്നതാണ് നല്ലത് എന്നുകൂടി അഖിൽ മാരാർ കുറിക്കുന്നുണ്ട്. അതുകൊണ്ട് എതിർ പാർട്ടികളിലുള്ള ആളുകൾ, പ്രത്യേകിച്ചും കോൺഗ്രസും BJP-യും ഉൾപ്പെടെയുള്ള ആളുകൾ അഖിൽ മാരാർ മുന്നോട്ട് വെച്ചതുപോലെയുള്ള നിർദ്ദേശങ്ങളെ നാളെ മുതൽ പ്രായോഗികമാക്കി മുന്നോട്ട് പോയാൽ തുടർഭരണം അവർക്ക് കിട്ടാതെ കോൺഗ്രസിനോ വേണമെങ്കിൽ BJP വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിനാകെയും ഒരു പങ്കാളി എന്നുള്ള നിലയിൽ BJP-ക്ക് ലഭിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളതാണ്. അതിന് കോൺഗ്രസ് ഒറ്റയ്ക്ക് വിചാരിച്ചാൽ മാത്രം പോരാ, കേന്ദ്രത്തിൻ്റെ പദ്ധതികൾക്ക് ഉള്ള പ്രചാരകരായി കൂടി കോൺഗ്രസ് മാറണം എന്നുള്ളതാണ് അഖിൽ മാരാർ മുന്നോട്ട് വെക്കുന്ന കാര്യം.
ഒരു CPM സംസ്ഥാന സമ്മേളനം കഴിഞ്ഞപ്പോൾ എന്തെല്ലാം പുകിലുകളാണ്. ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇമ്മാതിരി സമ്മേളനം എല്ലാം 3 കൊല്ലം കൂടി കുടുംബം വിളിച്ചു ചേർക്കേണ്ട കാര്യവുമില്ല. മാത്രമല്ല, ഈ സമ്മേളനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ നാട്ടിൽ ഇത്ര ഭൂകമ്പം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. എന്തായാലും നമുക്കറിയില്ല. ഈ സാഹചര്യം നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാം എന്ന് വിചാരിച്ച് മാത്രം വന്നതാണ്. അനുകൂലമായും പ്രതികൂലമായും അതിൻ്റെ ഇടയിലും നിൽക്കുന്ന നിർദ്ദേശങ്ങളെ അല്ലെങ്കിൽ വിമർശനങ്ങളെ അല്ലെങ്കിൽ പ്രശംസകളെ ഒക്കെ നമ്മുടേതായ നിലയിൽ പരിശോധിച്ച് യുക്തിസഹമായ ഒരു തീരുമാനം ബുദ്ധിയുള്ള നമ്മൾ എടുക്കുക എന്ന് മാത്രം. നന്ദി, നമസ്കാരം.